ദൈവത്തിന്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട പുരോശാമുലച്ഛൻ, ഇവിടെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ലോക ചരിത്രത്തിൽ പല സംഭവങ്ങളും ചരിത്രത്തെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അത് ഇന്നും നടക്കുന്നുണ്ട്, പഴയ കാലത്ത് നടന്നിട്ടുണ്ട്, ഇനി നടക്കാൻ ഇരിക്കുന്നുമുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുത്ഥാനം, ഇത് മൂന്നും ക്രിസ്തീയ വിശ്വാസത്തെ എന്ന് മാത്രമല്ല, ക്രിസ്തീയ സഭയെ, യഹൂദ വിശ്വാസത്തെ, ലോക ചരിത്രത്തെ ഒരു പുതിയ തിരുത്തിയെഴുത്തിന് വഴി നയിച്ച ഒരു സംഭവ ബഹുലമായ ഒരു ദിവസത്തിന്റെ അനാവരണമാണ് നാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനകളും ആരാധനകളും കൂടിയാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ECG എന്ന് നാം കേട്ടിട്ടുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പിനെയും തുടിപ്പിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഒരു ECG ഉണ്ട്. E ഫോർ ഈസ്റ്റർ, C ഫോർ ക്രിസ്മസ്, G ഫോർ ഗുഡ് ഫ്രൈഡേ. ക്രിസ്ത്യാനി എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഈ മൂന്ന് ക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുത്ഥാനം ക്രിസ്ത്യാനിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ക്രിസ്തു തന്നെ യെരൂശലേം ദേവാലയത്തിന്റെ പുറത്ത് ചെന്നിട്ട് നാണ്യം കച്ചവടം ചെയ്യുന്നവരെയും പ്രാവിനെ കച്ചവടം ചെയ്യുന്നവരെയും കുരുവിനെയൊക്കെ കച്ചവടം ചെയ്യുന്നവരുടെ മേശയെല്ലാം മറിച്ചിട്ടിട്ട് ഞാനാണ് ഇവിടെ മഹാബലിയായി തീരേണ്ടത് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഒത്തിരി സംഭവബഹുലമായ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാലും സുവിശേഷങ്ങൾ വായിച്ചാലും നമുക്ക് മനസ്സിലാകും, ഒട്ടനവധി പ്രകൃതിയിൽ ഉൾപ്പെടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് ആ 2000 വർഷങ്ങൾക്ക് പുറകിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചാൽ ഏതാനും കാര്യങ്ങൾ മാത്രം ആ ദിവസത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അന്ന് മാതാവിന് ഒരു മകനെ നഷ്ടപ്പെടുന്ന ദിവസമാണ്. ഏത് മാതാവിനാണ് സ്വന്തം മകനെ നഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്? അതൊരു സാധാരണ നഷ്ടപ്പെടലല്ല. ആ മകനെ സമൂഹം നിന്ദ്യനായി, നീചനായി, ചാട്ടവാറിന്റെ അടിയായി തന്റെ ദേഹത്തിനെ ഒരു കൃഷിക്കാരൻ ഭൂമി ഉഴുതു മറിക്കുന്നത് പോലെ ചാട്ടയുടെ വാറിന്റെ അടി കൊണ്ട് ശരീരം ഒന്നാകെ പിച്ചിപ്പറിക്കപ്പെടുന്നു. ചോരയും നീരും വിയർപ്പും എല്ലാം അതിൽ കൂടി ഒഴുകുന്നു. ഒരമ്മയാണ് ഇത് കണ്ടു നിൽക്കുന്നത്. സമൂഹം തുപ്പുന്നു, തലയിൽ മുൾക്കീഴിടം വെക്കുന്നു, കവളത്തടിക്കുന്നു. ഇതെല്ലാം ഒരു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. മാതാവിന്റെ കണ്ണുപിടറുന്നു, കണ്ണു നിറയുന്നു. മകനെ, എന്തിനു നീ സഹിക്കുന്നു? നീ ഒരു ശ്വാസം ഒന്ന് ഊതിയാൽ തെറിച്ചു പോകുന്ന മനുഷ്യരാണ് ഈ കളിമണ്ണുകളാണ് ഇതെല്ലാം. അതിനെ നീ ഇത്ര താഴ്മയോടെടുത്ത് കാണിക്കുന്നു എന്ന് നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് മാതാവ് ചോദിക്കുക. ഇന്ന് വേറൊരു കൂട്ടരുണ്ട്, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവർ, കൂടെ ഭക്ഷിച്ചവർ, തന്റെ ശിഷ്യന്മാർ, താൻ എല്ലാം നല്ല വചനങ്ങളും പറഞ്ഞു കൊടുത്തവർ. അവർക്കൊരു നല്ല സഹോദരനെ, ഒരു നല്ല കൂട്ടുകാരനെ ഇന്ന് നഷ്ടപ്പെടുക. അതോടൊപ്പം തന്നെ ഒരു സുഹൃത്തിനെയും നഷ്ടപ്പെടുക.
ക്രിസ്തുവിന്റെ വിലാപം, ക്രിസ്തു ആ കുരിശിന്റെ മുകളിൽ കിടന്ന് ഒരു വിലാപം നടത്തുന്നു. അത് കലാഭവന്റെ സ്ഥാപകനായ ആബേലച്ചൻ തന്റെ വരികളിലൂടെ മഷിയിലൂടെ പേപ്പറിൽ പകർത്തിയത്, മുന്തിരി നട്ട് വളർത്തി ഞാൻ വീഞ്ഞുമായി കാത്തിരുന്നു, എങ്കിലും കയ്പ് നീരല്ലോ എനിക്ക് ദാഹശമനത്തിൽ നൽകി. മുന്തിരി നട്ട് വളർത്തിയ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മുന്തിരിച്ചാർ കാത്തുവെച്ചു. പക്ഷേ ജനം എന്താണ് തിരിച്ചു കൊടുത്തത്? കയ്പ് നീര്. എന്തിനാണ് യേശുക്രിസ്തു ഈ വിലാപം നടത്തുന്നത്? ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആദി മാതാപിതാക്കന്മാർ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ തങ്ങളുടെ DNA-യിൽ ചതിയുടെ ഒരു അംശം ഉണ്ടായത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ചതിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ തെറ്റിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നത്? നമ്മളെ ഒരു റോബോട്ട് പോലല്ല ദൈവം സൃഷ്ടിച്ചത്. ഒരു പ്രോഗ്രാം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്ക്, ഇങ്ങനെ എഴുന്നേൽക്ക്, ഇങ്ങനെ കഴിക്ക്, ഇങ്ങനെ ചെയ്യ് എന്നുള്ള ഒരു റോബോട്ടിക് സിസ്റ്റം അല്ല നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് തെറ്റ് ഇത്, ശരി ഇത്, നന്മ ഇത്, തിന്മ ഇത് എന്ന് തിരിച്ചറിയുക, അതിനെ സിലക്ട് ചെയ്യുവാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുക. എന്നാൽ മനുഷ്യന്റെ സ്വഭാവം ആ തെറ്റിനെ ഒന്ന് എന്താണ് ഒന്ന് നോക്കാനും അതിനെ ഒന്ന് രുചിക്കാനും അതിനെ ഒന്ന് അറിയുവാനുമുള്ള ആ ത്വര വളരെ അധികമാണ്. ആ കളിമണ്ണിനെ എടുത്ത് ശ്വാസം ഊതി ആ കളിമണ്ണിൽ നിന്ന് ഒരു വാരിയെടുത്ത് ഒടുവിൽ ഒരൊറ്റ നിയമം തന്നു. ഒരൊറ്റ നിയമം, ആ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കുന്നത്. ഒരൊറ്റ നിയമമേ ഉള്ളായിരുന്നു. അത് ലംഘിച്ചില്ലേ, പുറത്തായി. 10 കൽപ്പനകൾ കൊടുത്തുവിട്ടു. നിയമങ്ങൾ കൂടി വരികയാണ്. 10 കൽപ്പനകൾ കൊടുത്തുവിട്ടു മോശയുടെ കയ്യിൽ. മനുഷ്യൻ വിഗ്രഹങ്ങളുടെ പുറകെ പോകും. ഇതെല്ലാം കണ്ടിട്ട് ദുഃഖിച്ച പിതാവ് സ്വന്തം പുത്രനെ തന്നെ ലോകത്തേക്ക് അയച്ചു. എന്റെ ജനത്തിനെ വീണ്ടെടുക്കുവാൻ ഇവനെ വെളിയേൽപ്പിക്കുകയല്ലാതെ എനിക്ക് വഴിയില്ല എന്ന തീരുമാനത്തോടെ സ്വയമേ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നു. അവൻ തന്റെ ഗിരിപ്രഭാഷണങ്ങളെല്ലാം നടത്തി നല്ല നല്ല വചനങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അവനെ അതേ മലയിൽ കയറ്റി, അതേ മരത്തിൽ കയറ്റി ഇന്ന് ആണിയടിച്ച് അവന്റെ ജീവനെടുക്കുക. ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ എന്ന് ശാസ്ത്രജ്ഞന്മാർ, പണ്ഡിതന്മാർ പലരും പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നത്? ലിയോ ടോൾസ്റ്റോയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ളവരായിരിക്കും. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു സാഹിത്യകാരനും ചിന്തകനും എഴുത്തുകാരനൊക്കെയാണ്. ലിയോ ടോൾസ്റ്റോയ് തന്റെ മധ്യവയസ്സ് ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു മിഡിൽ ഏജ് ക്രൈസിസ്. താൻ എന്തോ കുറവുള്ളവനാണ്, ഉള്ളിൽ എന്തോ ഒരു വാക്യൂം, എംപ്റ്റിനെസ്, എന്തൊക്കെയോ തന്നെ വേണ്ടാതെ അലട്ടുന്നു എന്നൊരു തോന്നൽ. ലിയോ ടോൾസ്റ്റോയ് വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം സമ്പാദ്യങ്ങളുള്ളവരാണ്. നോക്കത്താ ദൂരത്ത് ഭൂപ്രസ്ഥിതി കൈപ്പിടിയിലുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. എങ്കിലും തന്നെ അലട്ടുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിൽ നിന്ന് പിന്മാറിയിട്ട് അദ്ദേഹം പഠിക്കാൻ തീരുമാനിച്ചു. മതങ്ങളെ, ലോക മതങ്ങളെ എല്ലാം അദ്ദേഹം പഠിച്ചു, ബുദ്ധമതം ഉൾപ്പെടെ പഠിച്ചിട്ട് അദ്ദേഹം സംഗ്രഹമായി അതിൽ നിന്ന് മനസ്സിലാക്കിയത്, മനുഷ്യ നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അദ്ദേഹം ശാസ്ത്രം പഠിച്ചു. ശാസ്ത്രത്തെ മുഴുവൻ പഠിച്ച് അദ്ദേഹം അതിനുശേഷം ഒരു സംഗ്രഹം, ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. ശാസ്ത്രപ്രകാരം നമ്മുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്.
ആ കോശങ്ങൾക്ക് വയസ്സാകുമ്പോൾ ആ കോശങ്ങൾ ചാകുന്നു. നമ്മളെ ഇത്രയും നാൾ ആഹാരം തന്ന് നിലനിർത്തിയ ഭൂമി തിരിച്ച് ആ മരിച്ച ശരീരം ഭൂമി കഴിച്ചു. ഇത് അദ്ദേഹത്തിന് തൃപ്തി വരുത്തിയില്ല. അദ്ദേഹം ഒരു പാരഗൺ, ഒരു ഉപമ ഇവിടെ വായിച്ചു. ആ ഉപമ ഇങ്ങനെയാണ്: ഒരു യൗവനക്കാരൻ ഇങ്ങനെ ഒരു വഴി നടന്നു പോവുകയാണ്. ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ പുറകിൽ ഒരു ശബ്ദം. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭീകരനായ ജീവി. ഈ ഭീകര ജീവി ഈ വ്യക്തിയെ കടിച്ച് തീർമാൻ ഓടിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനെ കയ്യിൽ മുറുകെ പിടിച്ച് ഈ വ്യക്തി ഓടി രക്ഷപ്പെടുമ്പോൾ അറിയാതെ ഒരു പൊട്ടക്കിണറിലേക്ക് താഴെ വീണു. ആ പൊട്ടക്കിണറിന്റെ മധ്യാകാശത്ത് നിന്നുകൊണ്ട് പൊട്ടക്കിണറിന്റെ ചുവടിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വ്യാളി അതിന്റെ ദ്രഷ്ടകളും നക്കും നീട്ടി ഈ വീഴുന്ന മനുഷ്യനെ വിഴുങ്ങുവാൻ നിൽക്കുന്നു. പെട്ടെന്ന് വശങ്ങളിലുള്ള വള്ളിയിലേക്ക് ഈ യുവാവ് ആ കൈകൾ, ബലിഷ്ഠമായ കൈകൾ പിടിക്കുന്നു. മേളിലെ ഭീതിയിൽ നിന്നും താഴത്തെ ഭയത്തിൽ നിന്നും അല്പസമയം ഒരു രക്ഷ. ആ വള്ളിയിൽ തന്റെ ജീവനെ പിടിച്ച് കിടക്കുന്ന ആ യുവാവ് പെട്ടെന്ന് കയ്യിലെന്തോ ഇച്ചിക്ക് വീഴുന്നതായി തോന്നി. അപ്പോൾ അയാൾക്ക് തോന്നി കൈ മുറിഞ്ഞതായിരിക്കാം. അല്ല, ഇത് വേറെ എന്തോ ആണ്. കയ്യിലെ ആ നനവ് അദ്ദേഹം വായിൽ വെച്ച് നോക്കിയപ്പോൾ മതിരിക്കുന്ന തേൻ. അദ്ദേഹം മേളിലത്തെ ഭയവും താഴത്തെ ഭീതിയും എല്ലാം മറന്ന് അല്പനേരം ആ വള്ളിയിൽ കെട്ടിപ്പുണർന്ന് കിടന്നു തന്റെ ജീവനെ പ്രതി. ടോൾസ്റ്റോയ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ നമ്മളെ പുറകെ ഓടിക്കുകയാണ് ഈ മേളത്തെ ജീവിതം. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവനെ നിലനിർത്താൻ വേണ്ടി ആ ജീവിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് താഴെ പൊട്ടക്കിണറ്റിലെ മരണമെന്ന വേറൊരു ജീവി. അതിന്റെ ഇടയിൽ നമ്മൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആണ് നമ്മൾ ഈ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഈ വള്ളി. അതിന്റെ മാധുര്യമാണ് നമുക്കൊരു പക്ഷേ ഒരു മതിലുണ്ടായതോ മകളുണ്ടായതോ ഒരു വീട് വെച്ചതോ ഒക്കെയാണ് ഈ തേൻ നുകരുന്ന മധുരം. അത്രയുള്ളൂ ഈ രണ്ട് ജീവികളുടെ ഇടയിലുള്ള ആ ജീവിതം എന്നാണ് ടോൾസ്റ്റോയ് മനസ്സിലാക്കിയത്. പക്ഷെ ടോൾസ്റ്റോയ് ഈ ആഴത്തിൽ നിന്നും വേറൊരു ആഴത്തിലേക്ക് പോയി. ടോൾസ്റ്റോയ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിലെ ആൾക്കാരുടെ ജീവിത ശൈലി ഒന്ന് പഠിക്കാൻ നോക്കി. ടോൾസ്റ്റോയ് കണ്ടുപിടിച്ചത് 5 തരത്തിലുള്ള മനുഷ്യ ജീവിതങ്ങളുണ്ട്. 5 തരം. ആദ്യത്തെ രീതിയിൽ ജീവിക്കുന്നവരുടെ ജീവിത ശൈലി നമ്മുടെ ഈ 5 തരത്തിലെല്ലാം ഉണ്ട്. ഈ 5 തരത്തിൽ ജീവിക്കുന്നവരുടെ ജീവിത ശൈലി, ഒന്നാമത്തെ ജീവിത ശൈലി ദ വേ ഓഫ് ഡിഫയൻസ്. എല്ലാത്തിനെയും KKPP എന്ന് പറയും, കിട്ടിയാ കിട്ടി പോയാൽ. മകൻ മരിച്ചു, സാരമില്ല, ദൈവം എടുത്തു. അമ്മ മരിച്ചു, ഭാര്യ ഇട്ടച്ചു പോയി, വീട് നശിച്ചു, പണം പോയി, പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനത്തെ ഒരു ജീവിത ശൈലിക്കാണ്. രണ്ടാമത്തെ ജീവിത ശൈലി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ എന്താന്ന് വെച്ചാൽ അറിയില്ല. ദ മൂവ്മെന്റ്. ആ മനുഷ്യൻ ആ വള്ളിയിൽ കിടന്ന് രുചിക്കുന്ന ആ മധുരം അന്നേരത്തേക്കേ ഉള്ളൂ, പിന്നെന്താണെന്ന് അറിയാം. മൂന്നാമത്തെ ജീവിത ശൈലിയാണ് എല്ലാത്തിൽ നിന്നും ഒരു വിരക്തി, എല്ലാത്തിനെയും ഒരു പുച്ഛം. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടുമില്ല. നീ ഉഷ്ണവാനാണോ ശീതവാനാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരവില്ല. എല്ലാത്തിൽ നിന്നും ഒരു എംപ്റ്റിനെസ്, ഒന്നിനും ഒരു തൃപ്തിയില്ലാത്ത ജീവിതം. നാലാമത്തെ രീതിയിലുള്ള ജീവിതമാണ് ഒരു മരം 500 വെട്ട് വെട്ടിയാൽ വീഴണമെങ്കിൽ 499ാമത്തെ വെട്ടിൽ നിൽക്കുന്ന മരം. ഒരു ചെറിയ തത്വം കൊണ്ടു കൊടുത്താൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു ജീവിതം. ഇതാണ് ജീവിത രീതികൾ സമൂഹത്തിൽ ടോൾസ്റ്റോയ് കണ്ടു. എന്നാൽ 5ാമത്തെ ഒരു ജീവിതമാണ് അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചത്. 5ാമത്തെ ജീവിതശൈലി കർഷകരുടെ ജീവിതശൈലിയാണ്. അദ്ദേഹം ഒരു കുടിലിൽ ദൂരെ നിന്ന്
കാണുന്നത് ഒരു കുടിലിൽ ഒരു അപ്പനും അമ്മയും ഒരു കുഞ്ഞും. അവർക്ക് നാളത്തേക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. പക്ഷെ ഇന്നവർ വിത്തുകൾ നട്ടിട്ടുണ്ട്, പ്രതീക്ഷയുടെ പൊൻപുലരിക്കാത്ത. ഇന്ന് കൊയ്യും വയലെല്ലാം നാളെ നമ്മുടെ ആകും കൈവിടുകയും എന്നുള്ള ആ പ്രതീക്ഷ. ഇന്ന് നമ്മൾ നട്ടിട്ടുള്ള എല്ലാം നാളെ എന്തോ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന ഫെയ്ത്ത്. ആരാണ് ഈ വയലിൽ നട്ട വിത്തിനെ കിളിപ്പിക്കുന്നത്? ദൈവം. തന്നിലല്ല അത് ആശ്രയിക്കുന്നത്. ഈ വിത്തിന്റെ ഉടമയും ആ വിത്തിന്റെ വളർച്ചയും എല്ലാം നോക്കുന്നത് ദൈവമാണ് എന്ന അടിസ്ഥാന വിശ്വാസം. അവർക്ക് പണമില്ല, സമ്പത്തില്ല, വസ്ത്രം അധികമൊന്നുമില്ല, ഒരു കുടിലുണ്ട്. ആ അഞ്ചാമത്തെ ജീവിത ശൈലിയുള്ള വ്യക്തികളെയാണ് ഏറ്റവും അധികം ടോൾസ്റ്റോയ് തന്റെ ജീവിതത്തിലേക്ക് ആകർഷിച്ച് തന്റെ തൃപ്തി അടഞ്ഞത്, തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയത് ഈ അഞ്ചാമത്തെ ജീവിത ശൈലിയിലാണ്. നമുക്ക് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലേക്ക് വരാം. നമ്മുടെ ക്രിസ്തു എങ്ങനെയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് തന്റെ ക്രിസ്തു കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് ഈ 12 പേരെയും തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയ ട്രെയിനിങ് ക്രിസ്തു കൊടുക്കുന്നുണ്ട്. നോളജ്. ആരാണ് പിതാവ്? ആരാണ് പുത്രൻ? ആരാണ് പരിശുദ്ധാത്മാവ്? എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെയൊക്കെയുള്ള നോളജ് ക്രിസ്തു ഈ ശിഷ്യന്മാർ കൊടുക്കുന്നു. 12 പേര് ഒരുപോലെയാണ് കൊടുക്കുന്നത്, അല്ലാതെ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവൊന്നും. അവർക്ക് വേണ്ടി സ്കിൽസ്, എങ്ങനെ ഭൂതത്തെ പുറത്താക്കാം, എങ്ങനെ രോഗിയെ സൗഖ്യമാക്കാം, എങ്ങനെ കൂനിനെ മാറ്റാം, അവർക്ക് വേണ്ടി സ്കിൽസ് കൊടുക്കുന്നു. അവർക്ക് വേണ്ടി ആറ്റിറ്റ്യൂഡ്സ്, എന്ത് സ്വഭാവം ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. താൻ യജമാനായിരിക്കവേ അടിമയുടെ വേല ചെയ്യുന്ന ക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ്. കാൽ കഴുകി ഒന്നുമില്ലാത്തവനായി മാറണം ഒരു യജമാനൻ. ആറ്റിറ്റ്യൂഡ്, ഇത് മൂന്നും കൊടുത്ത് വളർത്തി ഒരു ഗ്രാജുവേഷൻ ലെവലിലേക്ക് അവരെക്കൊണ്ട് അവരെ മീൻപിടുത്തക്കാരിൽ നിന്നും മനുഷ്യരെ പിടിക്കാൻ തക്കമുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുത്തു യേശു ക്രിസ്തു. അത്രയും കപ്പാസിറ്റി ഉണ്ടാക്കിയതിൽ നിന്നാണ് 2 പേർ ക്രിസ്തുവിനെ ചതിക്കാൻ പോകുന്നത്. ആരായിരിക്കും ഒന്നാമത്തെ ആൾ? പറയൂ, ആരാ ക്രിസ്തുവിനെ ചതിച്ചത്? ഇസ്കറിയോത്ത യൂദ. ഈ 12 പേരെ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും കൂടെ വളർത്തി കൊണ്ടുവന്നിട്ട് ഒരുവൻ, മറ്റേയാളുടെ പേര് ഞാൻ പറയാം, ഒരുവൻ ക്രിസ്തുവിനെ ചതിക്കാൻ പോവുകയാണ്. ആ ക്രിസ്തുവിനെ ചതിക്കാൻ പോകുന്നതിന്റെ സമയങ്ങൾക്ക് മുൻപേ ക്രിസ്തു പല സൂചനകൾ കൊടുക്കുന്നുണ്ട്. മാർത്തയുടെ മറിയയുടെ ലാസറിന്റെ വീട്ടിൽ വെച്ച് വിലയേറിയ തൈലമിട്ട് കാലിൽ പൂശുമ്പോൾ ഇസ്കറിയോത്ത പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയും കാശ് മുടക്കുന്നത്? ഇത് വല്ല പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? ആ ഭാഗത്ത് ഇസ്കറിയോത്ത യൂദാവിനെ കള്ളൻ എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. കള്ളൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ പണസഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അതിൽ നിന്നും യേശുക്രിസ്തു അറിയാതെ പണം എടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അപ്പൊ വാട്ട് യു പ്രാക്ടീസ്, ആ പണം 30 വെള്ളിക്കാശിലേക്ക് തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ പണത്തോടുള്ള ആ ആർത്തി, ആ 30 വെള്ളിക്കാശിനെ തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം ഇതിന് മുന്നേ വേറൊരു സൂചന കൊടുക്കുന്നുണ്ട്. എന്റെ കാലത്തിൽ ഒരുമിച്ച് കൈമുക്കുന്നവൻ, അവന്റെ ഭക്ഷണം ഞാൻ ആ അപ്പം കൊടുക്കുന്നവൻ, അവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. നമുക്ക് കഥയെല്ലാം അറിയാം. ഇസ്കറിയോത്ത യൂദാ 30 വെള്ളിക്കാശ് വാങ്ങിയിട്ട് തന്റെ നാഥനെ ഒറ്റിക്കൊടുക്കുമെന്ന മനപ്രയാസത്തിൽ ആ കാശ് പള്ളിയുടെ പുറത്ത് എറിയുന്നു. ക്രിസ്തുവിനെ കിട്ടുന്നില്ല തിരിച്ച്. കാരണം പണം കൊടുത്താൽ കിട്ടുന്നതാണ്, തിരിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ് ക്രിസ്തു. ഞാൻ ആശ്രയിക്കുന്ന മനുഷ്യരിൽ നിന്നും എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഇസ്കറിയോത്ത ഇത്രയും നാൾ വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇസ്കറിയോത്ത അവിടെ പശ്ചാത്തപിച്ചു. പക്ഷേ
ഒടുവിൽ കയറിൽ അവന്റെ ജീവിതം അവസാനിച്ചു. ഒരു മനുഷ്യൻ എന്തെല്ലാം നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത്? ആ ജീവിതം അവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ ശിഷ്യൻ ആരായിരിക്കും? പത്രോസ്. ഇവിടെ നിന്ന് ഉത്തരവെത്തിക്കഴിഞ്ഞു. എന്താണ് പത്രോസ് ചെയ്തത്? എന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു ക്രിസ്തു തറപ്പിച്ച് പറയുമ്പോൾ പത്രോസ് ഞാൻ ചാകാൻ റെഡിയാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും, എനിക്ക് എന്താ വന്നാലും ഞാൻ കുറയും അല്ലേ? അപ്പൊ പത്രോസ് പറഞ്ഞു, ഞാനൊന്നും കൂടെ ചാകാൻ ഞാൻ റെഡിയാണ്. ഇല്ല, നീ എന്നെ 3 പ്രാവശ്യം കോഴി കൂന്നൊക്കെ തള്ളി തങ്ങിയിരിക്കും. അപ്പൊ പത്രോസ് പറയുകയാണ്, 1-ാം തവണ ഒരു പെൺകുട്ടി ഇവനും നസ്രായന്റെ യേശുവിന്റെ കൂടെയുള്ളതാണ്. ഞാൻ അറിയുന്നില്ല. ഇല്ല, ഞാൻ അറിയുന്നില്ല. 1-ാമത്തെ പ്രാവശ്യം. 2-ാമത്തെ പ്രാവശ്യം ഒരു പുരുഷൻ കണ്ടിട്ട് പറയുന്നു, ദാ ഇവനും അവന്റെ കൂട്ടത്തിലുള്ളവനാണ്, ഞാൻ അറിയുന്നില്ല. 2. 3-ാമത്തെ 1 മണിക്കൂറിന് ശേഷം വീണ്ടും തള്ളി പറയുന്നു, ഓടിപ്പോകുന്നു. യേശു ക്രിസ്തു പത്രോസിന്റെ കണ്ണിലേക്ക് നോക്കും. പത്രോസിന് മനസ്സിലായി തെറ്റുപറ്റി. 2 പേരെയും ഈ 12 ശിഷ്യന്മാരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എന്തിനാണ്? ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വള്ളവും വലയും മാതാവിനെയും പിതാവിനെയും എല്ലാം കിട്ടും. ഞാൻ നിന്റെ പുറ എന്റെ യൗവനവും കളഞ്ഞിട്ടാണ് ഞാൻ നിന്റെ കൂടെ വരുന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? ക്രിസ്തു പറയുന്ന മറുപടി, 12 സിംഹാസനത്തിലിരുന്ന് 12 ഗോത്രങ്ങളെ വിധിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ അധികാരത്തെ വെറും 30 വെള്ളിക്കാശിന് യൂദ പറഞ്ഞെങ്കിൽ പത്രോസ് തന്റെ തെറ്റ് മനസ്സിലാക്കി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ക്രിസ്തു പത്രോസിനെ കാണുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുന്നു, ഓ കർത്താവേ. 2-ാം തവണ ചോദിക്കുന്നു, പത്രോസെ, നീ എന്തിന് എന്നെ സ്നേഹിക്കുന്നുവോ? ഓ കർത്താവേ, എന്റെ കുഞ്ഞാടുകളെ സ്നേഹിക്കുക. 3-ാം തവണയും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓ കർത്താവേ, നീ എന്റെ ഹൃദയം അറിയുന്നുവല്ലോ. പത്രോസിന്റെ കുമ്പസാരമാണ് ആദ്യത്തെ പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ്. 2-ാമത്തെ കുമ്പസാരം, 3-ാമത്തെ കുമ്പസാരം കൊണ്ട് പത്രോസിനെ വീണ്ടെടുക്കുകയാണ് യേശു ക്രിസ്തു. നമ്മളെല്ലാം പല രീതിയിലും പല തെറ്റുകളും പല വീഴ്ചകളും ഉള്ളവരാണ്. പ്രസംഗിക്കുന്നവൻ ബലഹീനനാണ്, പ്രസംഗിക്കപ്പെടുന്നവൻ ശക്തനാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വീഴ്ചകൾ ചെയ്തവനാണ്. ഇതിൽ നിന്നും സഭയുടെ പഠിപ്പിലാണ് നാം വീഴ്ചയിൽ നിന്നും കുമ്പസേരിച്ച് യേശുവിന്റെ തിരുശരീരം ഭക്ഷിക്കുക. ആ തീക്കട്ടയിൽ നിന്നും ഈ കരിക്കട്ടയിലേക്ക് തീ പകരട്ടെ. നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരട്ടെ. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഒരിക്കലൊരു മാതാവും ഒരു മകനും ഉണ്ടായിരുന്നു. ആ മാതാവ് എന്റെ ഭർത്താവ് മരിച്ചുപോയി. മാതാവ് അടുത്തുള്ള വീടുകളിൽ ജോലി ചെയ്ത് ഈ മകനെ വളർത്തി. ഒരു ദിവസം അവരുടെ വീടിന് തീ പിടിച്ച് അമ്മ ഓടി വന്ന് ഈ കുഞ്ഞിനെ വീട്ടിനുള്ളിൽ കയറി രക്ഷിച്ചു. നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യരുത്, നിങ്ങളും മരിക്കും, ആ കുഞ്ഞും മരിക്കും. ഈ ശരീരം മുഴുവൻ പൊള്ളി ആ അമ്മ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെളിയിലെത്തിച്ചു. 60% ശരീരവും കത്തിക്കഴിഞ്ഞു. 8 മാസം ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിക്കാരുടെ കനിവ് കാരണം ആ കുട്ടിയെ കൂടെ അവർ നോക്കി. കുട്ടിക്കൊരു കോളേജില്ല. ജീവിതം മുന്നോട്ട് പോയി. അമ്മ ജോലി ചെയ്ത് മകനെ കോളേജിൽ പോയി പഠിപ്പിച്ചു. കോളേജിൽ വിദ്യാഭ്യാസം കൊടുത്തു. മകന് വലിയ ഉദ്യോഗം കിട്ടി. ആ ഉദ്യോഗമെല്ലാം കിട്ടിയതിനു ശേഷം മകനൊരു ബംഗ്ലാവ്. ആ ബംഗ്ലാവ് മേടിച്ചതിന്റെ ആഘോഷം അവരുടെ വീട്ടിൽ നടക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ടില്ല. അമ്മ വേറെ കുടിൽ കഴിയാണ്. ആ ബംഗ്ലാവിന്റെ ആഘോഷം നടക്കുമ്പോൾ
ഈ മാതാവ് ദൂരെ നിന്ന് ഈ വർണ്ണശബളമായ വെളിച്ചം കണ്ടിട്ട് പാട്ട് കേട്ടിട്ട് അമ്മ ഓടി വരികയാണ്. എൻ്റെ മകന്റെ സന്തോഷത്തിൽ എനിക്കും പങ്കുചേരണം. ഗേറ്റിംഗ് സെക്യൂരിറ്റി അമ്മ തുടങ്ങി. മകന് വിവരമെത്തി. ഒരു സ്ത്രീ ഗേറ്റിങ്കൽ നിന്ന് ബഹളം വയ്ക്കുന്നു. അമ്മ ആണെന്ന് മകൻ തിരിച്ചറിയുന്നു. മകൻ അമ്മയോട് പറയുന്നു, അമ്മേ, ഈ വികൃതമായ ശരീരം കൊണ്ട് എന്തിനാണ് എന്നെ അപമാനിക്കാൻ ഇവിടെ വരുന്നത്? തിരിച്ചു പോയിക്കൂടെ? യേശുക്രിസ്തു ഈ വികൃതമായ ശരീരം കൊണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ അടുത്ത്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. അപ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് നാം പറയാതിരിക്കട്ടെ. വാക്കുകൾ ചൊല്ലിക്കുന്നു. ഈ അവസരത്തിന് അച്ഛനും മാനേജിംഗ് കമ്മിറ്റിക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.